ഉണ്ടായപ്പോൾ ഇവിടുത്തെ അലവലാതി സ്വതന്ത്ര ചിന്തകരും എക്സ് മുസ്ലിമുകളും വ്യാപകമായി പ്രചരിപ്പിച്ച മുദ്രാവാക്യം എല്ലാ ഇന്ത്യൻ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദികളാണ്, തീവ്രവാദികളാണ് എന്ന്. അല്ല കേട്ടോ, ഇന്ത്യൻ മുസ്ലിമിൽ കേണൽ സോഫിയ ഖുറേഷിയുണ്ട്, അവരുടെ ഭർത്താവ് മേജർ താജുദ്ദീൻ ഖുറേഷിയുണ്ട്, ഒമർ അബ്ദുള്ളയുണ്ട്. ഈ നാട്ടിൽ ഇന്ത്യയോടുള്ള ശത്രുത ദേശീയ പ്രത്യയശാസ്ത്രമാക്കിയ പാകിസ്ഥാന് ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. അതോടെ യുദ്ധസാധ്യത അവസാനിക്കണം. ഇതാണ് ഇപ്പോൾ എന്റെ മനസ്സിൽ ആകെയുള്ള ചിന്ത. നിങ്ങളുടെ മനസ്സിലൂടെ പലതും പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ? കമന്റ് ആയിട്ടാ നമുക്കൊക്കെ വായിച്ച് ചർച്ച ചെയ്യാം. ഓപ്പറേഷൻ സിന്ദൂർ സംഗതി സംഘികളിട്ട പേര് തന്നെയാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രാഷ്ട്രീയം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയും കൂട്ടരും അവരുടെ രാഷ്ട്രീയം ഭംഗിയായി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട പേര് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയാതെ പറയാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം ഈ പേരിടുമ്പോൾ. പെണ്ണുങ്ങളുടെ സിന്ദൂരം മാഞ്ഞത് കാണിച്ച് ഗോത്രവികാരം ഇളക്കി വിട്ട് ദേശീയത ഉണർത്താൻ അവർ ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാകും, ഒരു സംശയവുമില്ല. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അവരുടെ ഗൂഢതന്ത്രമല്ല ഇഷ്ടപ്പെട്ടത്, ആ പേര് ഓപ്പറേഷൻ സിന്ദൂർ. ഞാൻ എന്നും സിന്ദൂർ അണിഞ്ഞ് നടക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ സിന്ദൂരം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഒരു വലിയ വീക്ക്നെസ് ആണ്. ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ആളാണ്, ഫെമിനിസ്റ്റ് ആണ്. എന്നാൽ അതേ സമയം സിന്ദൂരം എന്ന് പറയുന്ന ഒരു പ്രതീകമാണെന്ന് കൂടി കരുതുന്നു. അതിന് പുരുഷനുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരു സുരക്ഷാ ബോധമാണത്, കരുത്താണ്. സിന്ദൂരക്കുറി മായ്ക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ അത് പാട്രിയാർക്കിയാണ് എന്ന് തോന്നും. പെണ്ണ് എന്നാൽ വെറും ഒരു സിന്ദൂരക്കുറി മാത്രമല്ലെന്നും, വിവാഹം കഴിക്കാത്തവർ, ഡിവോഴ്സ് ചെയ്തവർ, ഭർത്താവ് മരിച്ചവരൊക്കെ ജീവിക്കുന്ന നാടാണിതെന്നും, അവരുടെ ജീവിതത്തിൽ സിന്ദൂരത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നും വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷെ എനിക്ക് സിന്ദൂരം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ പ്രണയമാണ്, ചിലപ്പോൾ എന്റെ പുരുഷനാണ്, സെക്യൂരിറ്റി ഫീലാണ്, പെണ്ണെന്ന അഭിമാനമാണ്, ആത്മാവ് പലതുമാണ്. എന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അല്ലാത്ത സിന്ദൂരത്തിനെ വെറും പാട്രിയാർക്കിയുടെ രാഷ്ട്രീയമായി ചിഹ്നമായി കാണുന്ന സ്ത്രീകൾ ഇവിടെ ധാരാളമുണ്ട്. പഹൽഗാമിൽ മനുഷ്യരെ നിരത്തി നിർത്തി പേര് ചോദിച്ച് മതം ചോദിച്ച് നിരപരാധികളായ ആണുങ്ങളെ കൊന്നു തള്ളിയപ്പോൾ കൊല്ലാതെ വിട്ട പെണ്ണുങ്ങളോട് അവർ പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു, നരേന്ദ്രമോദിയോട് പോയി പറ എന്ന്. അത് പറഞ്ഞപ്പോ എനിക്കത് ഫീൽ ചെയ്ത് മനഃപൂർവ്വം പെണ്ണുങ്ങളുടെ സിന്ദൂരം മായിച്ചു എന്ന് തന്നെയായിരുന്നു. വിധവയാകുന്നതിനല്ല ഞാൻ സിന്ദൂരം മായ്ക്കുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ജീവിതത്തിലെ സന്തോഷങ്ങൾ കവർന്നെടുക്കുക, സുരക്ഷിതത്വം കവരുക, അരക്ഷിതരാക്കുക, അപമാനിതരാക്കുക എന്നൊക്കെയാണ് എനിക്ക് സിന്ദൂരം. ജീവിതത്തോടുള്ള പ്രണയത്തിന്റെ അടയാളമാണ് സിന്ദൂരം, ജീവിതത്തിന്റെ വസന്തകാലത്തിന്റെ അടയാളം. പഹൽഗാമിൽ കരഞ്ഞ സ്ത്രീകളൊക്കെ അവരുടെ മുഖം മനസ്സിൽ വലിയ വേദനയായി നിലനിൽക്കുകയായിരുന്നു. 15 ദിവസവും അച്ഛനരികിൽ, ഭർത്താവിനരികിൽ, സഹോദരനരികിൽ, മകനരികിലൊക്കെ ഇടനെഞ്ച് പൊട്ടിക്കരയുന്ന സ്ത്രീകൾ. എനിക്കത് സിന്ദൂരം മാഞ്ഞ ചിത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂരം എന്ന് കേട്ടപ്പോ തന്നെ ആ വാക്കിൽ തന്നെ എനിക്കൊരു തൃപ്തി വന്നു. യെസ്, ഇതാണ് മറുപടി, ഇത് തന്നെയാണ് മറുപടി വേണ്ടത് എന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് കേണൽ സോഫിയ ഖുറേഷിയും കമാൻഡർ വ്യോമിക സിംഗും കൂടി നടത്തുന്ന വാർത്താ സമ്മേളനം കണ്ടത്. വീണ്ടും മനസ്സിൽ തോന്നി, അതെ ഇത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂരം മായിച്ച് നരേന്ദ്രമോദിയോട് പോയി പറ എന്ന് പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ നരേന്ദ്രമോദിയും രാഷ്ട്രീയമൊന്നും വേണ്ട. രാഷ്ട്രീയ മറുപടിയല്ല ഇതിനാവശ്യം. സ്ത്രീകളായ സൈനികരുടെ നേതൃത്വത്തിൽ സൈനിക നടപടി തന്നെയാണ് ആവശ്യമെന്ന് വീണ്ടും തോന്നി. സിന്ദൂരം പാരമ്പര്യമാകാം, പാട്രിയാർക്കിയാകാം എന്നതിനപ്പുറം പലപ്പോഴും തോന്നിയിട്ടുണ്ട് കരുത്തിന്റെ, നിശ്ചയദാർഢ്യത്തിന്റെ ഒരു അടയാളമാണ് സിന്ദൂരം എന്ന്. സോണിയാഗാന്ധിയെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് ഓർത്തു നോക്കാറുണ്ട്. രാജീവ് ഗാന്ധിയെ വിവാഹം ചെയ്ത് മാലയിട്ട് പൊട്ടു തൊട്ടാണ് അവർ ഇന്ത്യൻ വധുവായിട്ട് നമ്മുടെ മണ്ണിൽ കാലുകുത്തുന്നത്. രാജീവ് ഗാന്ധിയെ കൊന്നപ്പോൾ സോണിയാഗാന്ധിയുടെ സിന്ദൂരം തന്നെയാണ് മാഞ്ഞുപോയത്. എന്നാൽ വൈധവ്യം വന്നു, സിന്ദൂരം മാഞ്ഞു. അവരുടെ കരുത്തില്ലാതായില്ല. അവർ ഇന്ത്യൻ വധുവായി ഈ മണ്ണിൽ കാലുറപ്പിച്ചു നിന്നു, ഇവിടുത്തെ മരുമകളായി നിന്നു. ഈ നാടിന് വേണ്ടിയായിരുന്നു പിന്നീടുള്ള അവരുടെ ജീവിതം മുഴുവനും അവർ സമർപ്പിച്ചത്. അത് ആ സിന്ദൂരത്തിന്റെ കരുത്ത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിന്ദൂരം എന്നാൽ ഭർത്താവ് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു അർത്ഥത്തിൽ കൂടിയാണ്. അതിനാൽ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തോട് പകരം ചോദിക്കേണ്ടത് ആ സിന്ദൂരത്തിന്റെ പേരിൽ തന്നെയാണ്. എത്ര പേരെയാണ് പാകിസ്ഥാൻ കൊന്നു തള്ളിയത്. ഇടയ്ക്കൊക്കെ നമ്മൾ പകരം ചോദിക്കേണ്ടതുണ്ട്. അത്രയും വലിയ ക്ഷമയൊന്നും ആവശ്യമില്ല. ഇത് ഇന്ത്യയുടെ തിരിച്ചടി മാത്രമാണ്, അല്ലാതെ ആക്രമണമല്ല. ഇന്ത്യ ഒരു തിരിച്ചടിയേ പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളൂ. അങ്ങോട്ട് ആക്രമിക്കാനൊന്നും ആരും പോയിട്ടില്ല. അപ്പോഴേക്കും 4 പാട് നിന്നും അയ്യോ യുദ്ധം വേണ്ട എന്ന നിലവിളി ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം മറുഭാഗത്തുമുണ്ട് മറ്റൊരു ആർപ്പുവിളി, അടിക്ക് ഇടിക്ക് വെടിവെച്ചിട്ട് എല്ലാരെയും കൊന്നൊടുക്കുക എന്നൊരു ആർപ്പുവിളി. അയ്യോ ആരെയും കൊല്ലല്ലേ, യുദ്ധത്തിന്റെ ഇരകൾ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്, യുദ്ധമരുതേ എന്ന് നിലവിളിക്കുന്ന ലിബറലുകളുടെ ഒപ്പമോ ഇല്ലത്തിന്റെ എല്ലാത്തിനെയും ചുട്ടുകൊല്ല്
ഇല്ലത്തിന് തീ കൊടുക്കുക എന്ന് ആവേശം കൊള്ളുന്ന അഭിനവ ദേശസ്നേഹികൾക്കൊപ്പമോ അല്ല ഞാൻ നിൽക്കുന്നത്. സിന്ദൂരക്കുറി മായിച്ചവരെ ഒരിക്കലെങ്കിലും പാഠം പഠിപ്പിക്കണമെന്ന് കരുതുന്ന മനുഷ്യർക്കൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ തിരിച്ചടി ഇന്ത്യയുടെ ഗതികേടാണ് ശരിക്ക്. വേറെ വഴിയില്ല. മതം ചോദിച്ചു, പേര് ചോദിച്ചു. ലോകത്തെവിടെയും ഇത്രയും ആളുകളെ ആരും നിരത്തി നിർത്തി കൊന്നിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ വംശഹത്യകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാൻ നടന്നിട്ടുണ്ടാവുക. ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ടാകാം. അടി തന്നെയാണ് ചിലതിനുള്ള മരുന്ന്. പാകിസ്ഥാൻ ഇപ്പോൾ ആ അടിമരുന്ന് കുറച്ച് ആവശ്യമുള്ള സമയമാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും അതുകൊണ്ട് പല നഷ്ടവും ഉണ്ടാകും. പക്ഷെ ഇവിടെ ഇന്ത്യക്കാർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ ഈ ഒരു അടി ആവശ്യമാണ്. അത് സൈന്യം കൊടുത്തു. ആ തിരിച്ചടി നൽകിയ സൈന്യത്തെ കുറിച്ചോർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം യുദ്ധം വേണ്ട എന്ന നിലവിളി എന്റെ ഉള്ളിൽ വരുന്നില്ല. കാരണം പഹൽഗാമിൽ കരഞ്ഞ സ്ത്രീകളുടെ നിലവിളി ഇന്നും എന്റെ ചെവിടിൽ നിന്ന് പോയിട്ടില്ല. അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവരെന്റെ ഉള്ളിൽ ആർത്തലച്ച് മഴ പോലെ പെയ്തു കരയുകയാണ് ഇപ്പോഴും. ഓപ്പറേഷൻ സിന്ദൂരം എന്നൊക്കെ കേൾക്കുമ്പോ സംഘികളുടെ മനസ്സിൽ പാട്രിയാർക്കി ഉണ്ടാകാം. പരമ്പരാഗതമായി സിന്ദൂരം മായ്ക്കൽ പലതും വരുന്നുണ്ടാകാം. എനിക്ക് സംഘപരിവാർ രാഷ്ട്രീയം ഇഷ്ടമല്ല. ആ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന അവരുടെ നേതാക്കളെ ഇഷ്ടമല്ല. നിരന്തരം അവരുടെ രാഷ്ട്രീയത്തിന്റെ വിമർശകയുമാണ് ഞാൻ. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ സൈന്യം നടപ്പാക്കിയപ്പോൾ അവരുടെ ഭരണകൂടമായിരുന്നു എന്നത് ചരിത്രം തന്നെയാണ്. ഇന്നലെ ഇതിലെ ഒരു ഐറണി എന്താണെന്ന് വെച്ചാല് വിഭജനമാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം. ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭക്ഷണത്തിന്റെയും പേരിൽ എന്ന് തുടങ്ങി പല പല കാര്യങ്ങളുടെ പേരിലുള്ള വിഭജനം. ആ വിഭജന രാഷ്ട്രീയത്തിലേക്ക് പാകിസ്ഥാൻ പകർന്ന ഇന്ധനമായിരുന്നു പഹൽഗാം കൂട്ടക്കൊല. പേര് ചോദിച്ച് മതം ചോദിച്ചു കൊന്നപ്പോൾ പാകിസ്ഥാൻ കരുതിയത് ഇന്ത്യയിൽ അതിന്റെ പേരിൽ ഒരു വലിയ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നായിരുന്നു. ഇന്ത്യ നിന്ന് കത്തുമെന്നുമായിരുന്നു. ഇനി എങ്ങാനും ദൈവമുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ സംശയം തോന്നുന്ന ചില സന്ദർഭങ്ങളാണിത്. അവിശ്വസനീയമായ വിധത്തിലാണ് ഈ വിഷയത്തിൽ ഇന്ത്യക്കാർ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി പഹൽഗാം വിഷയത്തിൽ ഒരൊറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരായി പോരാടിയതും നിലകൊണ്ടതും. പഹൽഗാം കൂട്ടക്കൊലയുടെ ഇരകളുടെ ബന്ധുക്കളിൽ ഒരാൾ പോലും വിഭജനത്തിന്റെ വാക്കുകളിൽ സംസാരിച്ചില്ല. കാശ്മീരികൾ ഭീകരതയ്ക്കെതിരായി തെരുവിലിറങ്ങി. പ്രതിപക്ഷം BJPക്കും നരേന്ദ്രമോദിക്കും ഒപ്പം നിന്നു. അവസാനം ഒരു സോഫിയ ഖുറേഷി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനോട് പ്രതികാരം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം വളരെ വർഷങ്ങൾക്ക് ശേഷം വിഭജനത്തിന്റെ മുറിവുകളിൽ നിന്നും ഒറ്റക്കെട്ടായി ഉയർന്ന് ഒന്നിച്ചു നിന്ന ഒരു ചരിത്ര നിമിഷം കൂടിയാണിത്. ഇന്ത്യ ഇത്രയ്ക്കും ഒന്നിച്ചു നിന്നൊരു കാലം അടുത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഓർമ്മയിലുള്ള ഒരു ദിവസം നിങ്ങൾ പറയണം ഇതുപോലെ ഉണ്ടെങ്കിൽ. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ദിവസമേ ഈ അടുത്ത കാലത്തൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സിന്ദൂരം അത്ര നിസ്സാര സംഗതിയൊന്നുമല്ല. അത് സംഘി രാഷ്ട്രീയത്തിന് കുത്തകയായി വിട്ടുകൊടുക്കേണ്ട കാര്യവുമല്ല. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ, നിശ്ചയദാർഢ്യത്തിന്റെ, ഒരുമയുടെ, ഭീകരതയ്ക്കെതിരായി ഒറ്റക്കെട്ടായി ഉയർന്നു നിന്നതിന്റെ അടയാളമായി ഈ ഇന്നലത്തെ ദിവസത്തോടുകൂടി സിന്ദൂരം മാറുകയാണ്. ഈ യുദ്ധത്തിൽ ആരും ജയിക്കില്ല. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇരകളാകും. സഖാവ് M. സ്വരാജ് ഇന്നലെ പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ്. സ്വന്തം വീട് തകരാത്തിടത്തോളം കാലം അതിർത്തിയിലെ പൂരമായ യുദ്ധം ചിലർക്കെങ്കിലും തോന്നാമെന്ന്. പക്ഷെ അടിക്ക് അടി തന്നെ വേണം. ചില സമയങ്ങളിൽ വേറെ മരുന്നില്ല അടിക്ക് പകരം. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഒരു വാക്കുകൂടി, ഒരു തീവ്രവാദിക്കും ഭീകരവാദിക്കും മായ്ക്കാൻ കഴിയുന്നതല്ല സ്ത്രീയുടെ നെറ്റിയിലെ സിന്ദൂരം. അത് അവളുടെ ഉള്ളിലെ കത്തുന്ന തീയാണ്. ഒരു സ്ത്രീയുടെയും ഉള്ളിലെ അടങ്ങാത്ത ശക്തിയാണ് ആ സിന്ദൂരം. അത് കെടാതെ സൂക്ഷിക്കാൻ സോണിയാഗാന്ധിയെ പോലെ എല്ലാവർക്കും കഴിയും, എല്ലാ സ്ത്രീകൾക്കും കഴിയും. സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചവർക്കെതിരെ രാജ്യം പ്രതികാരം ചെയ്തു എന്നൊന്നുമല്ല ഓപ്പറേഷൻ സിന്ദൂർ എന്നാൽ അർത്ഥം. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എന്ന മഹാരാജ്യം ഒറ്റക്കെട്ടായി ചെറുത്തുനിൽപ്പ് നടത്തി എന്നാണ് അതിന്റെ അർത്ഥം. പാകിസ്ഥാൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കുന്ന പണിയുമല്ല ഇന്ത്യ ചെയ്ത ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരരെ പോറ്റി വളർത്തുന്ന നഴ്സറികൾ, യൂണിവേഴ്സിറ്റികൾ സംരക്ഷിക്കുന്ന ഓരോ രാജ്യവും നേരിടേണ്ടി വരുന്ന അനിവാര്യമായ ഒരു ദുരന്തം മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്രയെങ്കിലും തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു രാജ്യം എന്ന നിലയിൽ എന്ത് വിലയാണുള്ളത്? രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് അതാത് രാജ്യങ്ങളാണ്. അത് ചെയ്തു ഇന്ത്യ. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. നന്ദി സൈന്യമേ. ഞാൻ സംഘിയല്ല, RSS അല്ല, അവരുടെ രാഷ്ട്രീയത്തിന്റെ ആജീവനാന്ത വിമർശകയാണ്. പക്ഷെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരല്ലാതെ മറ്റൊരു പേര് ഈ സന്ദർഭത്തിൽ ഈ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പാണ്. സംഘികൾ ആ വാക്ക് ഉപയോഗിക്കുന്ന ആളുകളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരുടെ രാഷ്ട്രീയത്തിൽ എത്തിക്കാനൊക്കെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥ രാജ്യസ്നേഹിക്ക് ആ വാക്ക് എന്ന് പറയുന്നത് ഭീകരതയ്ക്കെതിരായ ഒരു രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പാണ്. ഈ നാട്ടിൽ ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ അതിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ഓപ്പറേഷൻ സിന്ദൂറും സോഫിയ ഖുറേഷിയും. ജയ് ഹിന്ദ്.